ഇപ്പോൾ പാസ്റ്റർ ഷാജി കെ ഡാനിയൽ മുൻപോട്ട് വന്ന് 15 മിനിറ്റ് നമ്മോട് അദ്ദേഹത്തെ ദൈവം ഏൽപ്പിച്ച ദൂത് ശക്തമായ നിലയിൽ നമ്മോട് അറിയിക്കുന്നതാണ്. കഴിഞ്ഞ രാത്രി അദ്ദേഹം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ നിയന്ത്രിക്കുവാൻ മേലാത്തൊരു ആത്മപ്രവാഹം പന്തലിൽ വ്യാപരിച്ചു. ഈ രാത്രിയിലും ഈ പകലും നമുക്കത് പ്രതീക്ഷിക്കാം. അതിനേക്കാൾ ശക്തമായ ദൂതാണ് പാസ്റ്റർ ജോസഫ് ശാമുവേൽ 15 മിനിറ്റ് നമുക്ക് നൽകാൻ പോകുന്നത്. അതിനേക്കാൾ ശക്തമായ ദൂതാണ് നമ്മുടെ ഫീൽഡ് ഡയറക്ടർ നമുക്ക് നൽകാൻ പോകുന്നത്. ഇത് എപ്പോഴും കിട്ടുന്നതല്ല. അല്പം വെയിറ്റ് ചെയ്ത് ഈ ദൂതുകൾ ശ്രദ്ധിക്കൂ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി അദ്ദേഹത്തെ കരമടിച്ച് സ്വീകരിക്കാം. ഹല്ലേലൂയ. കരങ്ങളോർത്തി കർത്താവിനെ ഒന്നുകൂടി സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ മഹായോഗത്തിൽ എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ, നമ്മുടെ സ്റ്റേറ്റ് ഓവർസിയർ പശം കുഞ്ഞപ്പിയോടും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ ദേവദാസന്മാരോടും എന്റെ സ്നേഹത്തെ ഒരിക്കൽ കൂടി അറിയിക്കട്ടെ. ഞാൻ ജാനുവരി 1st വീക്കാണ് സ്റ്റേറ്റ്സിലേക്ക് മടങ്ങിപ്പോയത്. വീണ്ടും ഈ കൺവെൻഷന് വേണ്ടി പങ്കെടുക്കുവാൻ മാത്രം കർത്താവ് എനിക്ക് തന്ന ഈ വിലയേറിയ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിങ്ങളോടൊപ്പം ആയിരുന്ന കൂട്ടായ്മ എന്റെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. ഈ കൺവെൻഷൻ, ഈ മഹായോഗം ഇത്ര ശ്രേഷ്ഠമായ രീതിയിൽ ഓർഗനൈസ് ചെയ്ത കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ കുഞ്ഞുപി പാസ്റ്ററും അദ്ദേഹത്തിന്റെ ടീമും സുത്യർഹ്യമായ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. നമ്മുടെ കരങ്ങളടിച്ച് നമ്മുടെ ലീഡർഷിപ്പിനെ കർത്താവിന്റെ നാമത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ. എനിക്ക് തന്ന സമയത്തിനുള്ളിൽ ഞാൻ നിൽക്കുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. പ്രാരംഭമായി 3 മിനിറ്റ് എടുത്ത് ഞാനൊരു പാട്ട് പാടും. ആ പാട്ടിൽ അനേക ദൂതുകൾ അടങ്ങിയിട്ടുണ്ട്. നിങ്ങളോട് ദൈവം സംസാരിക്കും. അതിനുശേഷമുള്ള സമയം കർത്താവിന്റെ വചനത്തിലേക്ക് പോകുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ഇന്ന് പകൽക്കാലം നാം ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവം നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നു. ദൈവം നമ്മളെ നടത്തിയ വിധങ്ങൾ നാം ഓർക്കണം. എണ്ണിത്തീരാത്ത നന്മകളാൽ നമ്മളെ നിറച്ചതുകൊണ്ടാണ് ഒരു കാലത്ത് നമ്മളെ പുച്ഛിച്ചു തള്ളിയ ഈ സമൂഹത്തിന്റെ നടുവിൽ ദൈവം ഇത്രത്തോളം നമ്മളെ വളർത്തിയത് നാം ഓർത്ത് നന്ദിയുള്ളവരായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുവാൻ ഇന്ന് പകൽക്കാലം നാം വാസ്തവമായി കടപ്പെട്ടതാണ്. നമുക്ക് പറയാം, കർത്താവെ തന്നതല്ലാതെ ഒന്നുമില്ല, നീ തന്നതെല്ലാം ദാനമാണ്. ദൈവമക്കളെ, നമ്മെപ്പോഴും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുവാൻ കടംപ്പെട്ടവരാണ്. ആ ട്രാക്ക് ഒന്ന് ഇടാമോ? ട്രാക്ക്. താങ്ക് യു ജീസസ്. പ്രൈസ് യു ലോർഡ്. എണ്ണിത്തീർപ്പാൻ വയ്യ നന്മകൾ ഓർത്താൽ നല്ലവനാം യേശുവേ, എന്നോട് കാണിച്ച നിന്റെ ദയോർത്താൽ എന്നോട് പാലിച്ച നിന്ദയോർത്ത എന്നുള്ളം സ്തുതിച്ചിടുന്നേ. എണ്ണിത്തീർപ്പാൻ വയ്യ നന്മകളോർത്ത നല്ലവനാമേശുവേ, എന്നോട് കാണിച്ച നിന്ദയോർത്ത എന്നുള്ളം സ്തുതിച്ചിടുന്നേ. തന്നതെല്ലാം
നിന്റെ ദാനങ്ങൾ മാത്രം, വേറല്ലതൊന്നുമില്ല. തന്നതെല്ലാം നിന്റെ ദാനങ്ങൾ മാത്രം, വേറല്ലതൊന്നുമില്ല. കഷ്ടങ്ങൾ വന്നപ്പോൾ താങ്ങിയതോർത്ത എന്നുള്ള മാനിക്കും. കഷ്ടങ്ങൾ വന്നപ്പോൾ താങ്ങിയതോർത്ത എന്നുള്ള മാനിക്കും. എണ്ണിത്തീർപ്പാൻ വയ്യ നന്മകൾ ഓർത്ത നല്ലവനാമേശുവേ. എന്നോട് കാണിച്ച നിന്ദയെ ഓർത്ത എന്നുള്ളം സ്തുതിച്ചിടുന്നേ. അത്ഭുതം കണ്ടെന്റെ കണ്ണുകൾ തുടിക്കുന്നു, അത്ഭുതമന്ത്രി നീയേ. അത്ഭുതം കണ്ടെന്റെ കണ്ണുകൾ തുടിക്കുന്നു, അത്ഭുതമന്ത്രി നീയേ. താഴ്ചയിൽ നിന്നെന്നെ താങ്ങിയതോർത്ത എന്നുള്ള മെളിമപ്പെടും. താഴ്ചയിൽ നിന്നെന്നെ താങ്ങിയതോർത്ത എന്നുള്ള മെളിമപ്പെടും. എണ്ണിത്തീർപ്പാൻ വയ്യ നന്മകൾ ഓർത്ത നല്ലവനാമേശുവേ. എന്നോട് കാണിച്ച നിന്ദയെ ഓർത്ത എന്നുള്ളം സ്തുതിച്ചിടുന്നേ. യേശുനായക നീ എത്ര നല്ലവൻ, നല്ലവൻ നീ മാത്രമേ. യേശുനായക നീ എത്ര നല്ലവൻ, നല്ലവൻ നീ മാത്രമേ. പാരിലനാശ്രയം നീ മാത്രമാകയാ എന്നുള്ള ആശ്വസിക്കും. പാരിലനാശ്രയം നീ മാത്രമാകയാ എന്നുള്ള ആശ്വസിക്കും. എണ്ണിത്തീർപ്പാൻ വയ്യ നന്മകൾ ഓർത്ത നല്ലവനാമേശുവേ. എന്നോട് കാണിച്ച നിന്ദയെ ഓർത്ത എന്നുള്ളം സ്തുതിച്ചിടുന്നേ. എണ്ണിത്തീർപ്പാൻ വയ്യ നന്മകൾ ഓർത്ത നല്ലവനാമേശുവേ. എന്നോട് കാണിച്ച നിന്ദയെ ഓർത്ത എന്നുള്ളം സ്തുതിച്ചിടുന്നേ. ഹല്ലേലൂയ. എണ്ണിത്തീരാത്ത നന്മകൾ തന്ന് നമ്മളെ നിറച്ച ദൈവത്തെ നന്ദിയുള്ളത് ഹൃദയത്തോട് സ്തുതിച്ചുകൊണ്ട് ഈ മഹായോഗത്തിന്റെ അവസാന സമയങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. കർത്താവ് എത്രത്തോളം നമ്മളെ കൊണ്ടുവന്നു എന്നുള്ള ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ നമ്മളെ അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും അറിഞ്ഞതുകൊണ്ട് ദൈവം നമ്മളെ പരിപാലിക്കുവാനുള്ള വിശ്വസ്തത ദൈവത്തിനുള്ളതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം കൊയ്ത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് ദൈവാത്മാ വിവിധ നിലകൾ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് പകൽക്കാലം ഈ കൊയ്ത്ത് നാം എങ്ങനെ ക്യാപ്ചർ ചെയ്യും, ഹൗ ടു ക്യാപ്ചർ ദ ഹാർവെസ്റ്റ്, നാം ഇതെങ്ങനെ പിടിച്ചു നിർത്തും, പിടിച്ചെടുക്കും എന്നുള്ള ചില വാക്കുകൾ, കമ്പിവാചങ്ങൾ പറഞ്ഞ്
ദൈവനാമത്തിൽ ഇരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ആധാരമായി മത്തായി സുവിശേഷം 9-ാം അധ്യായം 37-38 വാക്യങ്ങൾ വായിക്കുന്നു. കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 35-ാം വാക്യം വായിക്കുന്നു. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കുവീ, നിങ്ങളിപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്ന വയലുകളെ കാണുന്നു എന്ന് പറഞ്ഞു. 2 വേദഭാഗങ്ങളിൽ ആദ്യമായി ഞാൻ വായിച്ചത് വളരെ ഉള്ള ഒരു സംഭവത്തിൽ ചുരുക്കമായ ആളുകൾ കൈനീട്ടുന്നു. കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം എന്ന് യേശു പറഞ്ഞ ഒരു സത്യമായ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ വേലക്കാർ ചുരുക്കം. ഞാനത് ചിന്തിച്ചു. സാധാരണ എന്തെങ്കിലും പ്ലെന്റി ആയിട്ടുണ്ടെന്നറിഞ്ഞാൽ നമ്മളോട് ഓടിക്കൂടാറുണ്ട്. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഈ തിരുവല്ലയിൽ അവിടെ അതിന്റെ ടൗണിൽ ഒരുപാട് നല്ല സാരികൾ ധാരാളം കിടപ്പുണ്ട്. സഹോദരന്മാർക്ക് ഓടിപ്പോയി എടുക്കാം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഇവിടെ ഒരെണ്ണം ഇരിക്കത്തില്ല. എല്ലാവരും മുമ്പിൽ ചെല്ലുവാൻ ശ്രമിക്കും. അതുപോലെ എന്റെ യേശു പറഞ്ഞു, കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം, വേലക്കാർ ചുരുക്കം. നമുക്കറിയാം, വളരെയുള്ള ഏത് കാര്യത്തിനും നമ്മൾ കൈനീട്ടും. ഡിമാൻഡ് കൂടുതലാണെങ്കിൽ നാം എപ്പോഴും ഒരുപാട് ആവശ്യം കിട്ടുന്ന സ്ഥാനം എപ്പോഴും എടുക്കുവാൻ നാം സന്നദ്ധരാണ്. പക്ഷെ എന്റെ യേശു പറഞ്ഞു, വേലക്കാർ ചുരുക്കമാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾക്ക് ആവശ്യം വേലക്കാരാണ്. വളരെ കൊയ്തെടുക്കുവാനുണ്ട്. നാം മറന്നു പോകരുത്. നാം ഈ ഹാർവെസ്റ്റ് ക്യാപ്ചർ ചെയ്തേ മതിയാകുള്ളൂ. ഒരുപക്ഷെ നമ്മൾ ഇനി സമയമുണ്ട്, ഇനി 4 മാസം കൂടിയുണ്ട് കൊയ്ത്തിന് എന്നൊക്കെ പറഞ്ഞ് നാം സമയം വൃഥാ കളയാതെ എന്റെ യേശു പറഞ്ഞു, നിങ്ങൾ തലപൊക്കി നോക്ക്. നാം കൊയ്ത്തിന് വേണ്ടി തലപൊക്കി നോക്കേണ്ടവരാണ്. ഈ കൊയ്ത്ത് നാം ഹാർവെസ്റ്റ് സ്വീകരിക്കണമെങ്കിൽ, അത് നാം പിടിച്ചെടുക്കണമെങ്കിൽ ആദ്യമായി നാം ചെയ്യേണ്ടത് നാം തല ഉയർത്തി നോക്കിയേ മതിയാകുള്ളൂ. നാം ആരുടെയും പ്രേരണ കൊണ്ട് എഴുന്നേൽക്കുവാൻ പാടില്ല. നമ്മൾ സ്വയമായി ചിലത് ചെയ്യുവാൻ എഴുന്നേൽക്കണം. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 1-2 വാക്യങ്ങൾ പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കാതിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നമ്മുടെ പ്രകാശം വന്നിരിക്കുന്നു. ഞാൻ പലപ്പോഴും പല സമയങ്ങളിൽ ക്ഷീണിച്ച് ലേറ്റായിട്ട് ഉറങ്ങുമ്പോൾ എന്റെ ഭാര്യ രാവിലെ ഒന്ന് വിളിച്ചു പറയും, എഴുന്നേറ്റ് പ്രകാശിക്ക്. അത് കേട്ട് ഞാൻ ഉടനെ ചാടി എഴുന്നേൽക്കും. ദൈവമക്കൾ പരസ്പരം ഇത് പറയുന്നത് നല്ലതാണ്. നാം എഴുന്നേറ്റ് പ്രകാശിക്കണം. യേശുവിന് വേണ്ടി പ്രകാശിക്കുവാൻ എഴുന്നേൽക്കുവാൻ എത്ര പേരുന്ന പകൽക്കാലമുണ്ട്. രണ്ടാമതായി കൊയ്ത്ത് നാം ഇത് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ നാം തല ഉയർത്തി നോക്കണം. നമ്മുടെ കാഴ്ചപ്പാടുകൾ വ്യത്യാസപ്പെടണം. നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചുള്ള ദർശനം നാം പ്രാപിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ കിടപ്പിൽ നിന്ന് നോക്കുന്ന ആ വ്യൂയും നാം എഴുന്നേറ്റ് നിന്ന് നോക്കുന്ന വ്യൂവും തമ്മിൽ വ്യത്യാസമുണ്ട്. പകൽക്കാലം ദൈവമക്കളെ, ദൈവസഭയെ, ദൈവദാസന്മാരെ, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറട്ടെ. വിശ്വാസക്കണ്ണോടുകൂടി ചിലത് കാണുവാൻ, പുതിയ മേഖലകളിലേക്ക് കടന്നു ചെല്ലുവാൻ, ചിലത് കൊയ്തെടുക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവനാമത്തെ ഏൽപ്പിച്ചു കൊടുക്കും. ഇതൊരു സമർപ്പണത്തിന്റെ പകൽക്കാലമായിരിക്കട്ടെ. പുതിയ ചിലത് നേടുവാൻ, പുതിയ സ്ഥലങ്ങളിലേക്ക് കയറിപ്പോകുവാൻ, ചില പുതിയ കറ്റകൾ കൊയ്തെടുക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന, സഹായിക്കുന്ന പകൽക്കാലമായി പകൽക്കാലം നമ്മൾ കടന്നു പോകാം. നിങ്ങൾ ഈ ഒരാഴ്ചക്കാലം മൊത്തം ഈ കൺവെൻഷനിൽ പങ്കെടുത്തവർ ഇവിടെ കാണും. ഒരു പുതിയ തീരുമാനത്തോടെ ഇന്ന് പകൽക്കാലം നമ്മൾ കടന്നു പോകുമോ? ഞാൻ എന്റെ തല ഉയർത്തി നോക്കും. ഒരിക്കൽ ദൈവം അബ്രഹാമിനോട്, അബ്രഹാമേ, നീ തല ഉയർത്തി തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്ക്. നീ കാണുന്ന ദേശം ഞാൻ നിനക്ക് അവകാശമാക്കി തരും. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, അനേക അവകാശങ്ങൾ എത്തിക്കുവാൻ, അനേക പുതുമേഖലകൾ എത്തിക്കുവാൻ ദൈവം എനിക്ക് നമ്മളെ നോക്കുകയാണ്. എത്ര പേര് ചലഞ്ച് ഇന്ന് പകൽക്കാലം ഇവിടെ ഏറ്റെടുക്കും? എത്ര പേര് ഇതിനു വേണ്ടി താല്പര്യപ്പെടും?
നമുക്കൊരു പുതിയ കാഴ്ചപ്പാട്, ഒരു പുതിയ ദർശനം, കയറാത്ത മേഖലയിൽ കയറി ചെല്ലുവാൻ, പോകാത്ത ഇടങ്ങളിൽ പോകുവാൻ, പുതിയ ദർശനങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമുക്കൊരു ഒരുക്കം ആവശ്യമാണ്. ഈ ഹാർവെസ്റ്റ് ക്യാപ്ചർ ചെയ്യുവാൻ നാം ഒരുങ്ങേണ്ടതാണ്. എന്താണ് ഒരുക്കം? ഇന്നലെ ഞാൻ വൈകിട്ട് പറഞ്ഞു, നിലത്തെ വെടിപ്പാക്കി കട്ടകളൊക്കെ പറക്കി കളഞ്ഞ് മെത്തരമായ തൈ വെച്ച് ഒരു വിളവിന് വേണ്ടി നാം കാത്തിരിക്കണം. ഒരു ചക്ക് കുഴിച്ച് നട്ടണം. നമുക്കൊരു വിളവുണ്ട്. അനുഭവിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അടുത്തതാ നാം ചെയ്യേണ്ടത്, നമുക്കറിയാം ഇസ്രായേൽ മക്കൾ ഒരിക്കൽ വിതച്ചു, അത് മിദ്യാന്യർ അപകരിച്ചു കളഞ്ഞു. ഇന്ന് പകൽക്കാലം മിദ്യാന്യരോട് പൊരുതി നിൽക്കുവാനുള്ള ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ശക്തിയും ഏറ്റെടുക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഒരു പരാക്രമശാലിയായ ഗിദെയോൻ അവനവന്റെ അനുഭവം കൊടുക്കയില്ല എന്ന് പറഞ്ഞ് അവൻ മെതിക്കുവാൻ അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു ദൈവത്തിന്റെ ദൂതനിവനെ കാത്തു നിൽക്കുകയായിരുന്നു. ഇന്ന് പകൽക്കാലം എഴുന്നേൽക്കുന്നവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ നിന്റെ അരികിലുണ്ട്. നിന്നെ ബലപ്പെടുത്തുവാൻ, നമ്മെ ശക്തീകരിക്കുവാൻ ഈ ദൂതൻ നിന്നെ വിളിക്കുവാൻ നിൽക്കുകയാണ്. ഒരു പുതിയ പേരിൽ, പരാക്രമശാലിയായ ഗിദെയോനെ എന്നുള്ള ഇമ്പമേറിയ ശബ്ദവനെ ബലപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസഭയെ, ദൈവമക്കളെ, നിന്നെ ബലപ്പെടുത്തുന്ന ദൈവശബ്ദം ഇന്ന് പകൽക്കാലം നീ കേൾക്കുകയാണ്. ഞാൻ വിട്ടുകൊടുക്കുകയില്ല. എന്റെ അനുഭവം ഞാൻ വിട്ടുകൊടുക്കുകയില്ല. നാം ചെയ്യേണ്ട കാര്യം ഇതാണ്. നാം പിടിച്ചു വെച്ച് ചിലത് ഏറ്റെടുക്കണം. എത്ര പേർ റെഡിയുണ്ട്, തയ്യാറുണ്ട്? എന്റെ വാക്കുകളെ പെട്ടെന്ന് ചുരുക്കുകയാണ്. നാം ചെയ്യേണ്ട ഉത്തരവാദിത്വത്തിലേക്ക് മടങ്ങി വന്നാൽ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. ഒരിക്കലൊരു സഹോദരി, നേഴ്സറിയിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരി, താനിങ്ങനെ കുഞ്ഞുങ്ങളുടെ ഡൈപ്പറൊക്കെ മാറ്റിക്കൊണ്ടിരുന്നപ്പോൾ ദൈവത്തോട് സംസാരിക്കുവാൻ തുടങ്ങി. താൻ ദൈവത്തോട് പറഞ്ഞു, വളരെ ഒരു പിതാവിനോട് സംസാരിക്കുന്ന പോലെ ആ സഹോദരി ഇങ്ങനെ ചോദിച്ചു, ദൈവമേ, നീ എനിക്കൊരു നല്ലൊരു ഭർത്താവിനെ തരുമോ? എനിക്ക് നല്ല ഭർത്താവിനെയൊക്കെ കിട്ടിയ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് നീ എനിക്ക് കുഞ്ഞുങ്ങളെ തരണേ കർത്താവേ. അതിനുശേഷം അവൾ പറഞ്ഞു, ദൈവമേ, എന്റെ കുഞ്ഞിന്റെ ഡൈപ്പർ നീ ഒന്ന് ചേഞ്ച് ചെയ്ത് തരുമോ? അല്പസമയത്തെ മൗനത്തിന് അവളൊരു ശബ്ദം കേട്ടു, ഐ ആം ദ ലോർഡ്, ഐ ചേഞ്ച് നോട്ട്. ഞാൻ ദൈവമാണ്, ഞാൻ മാറുന്നവനല്ല. ദൈവമക്കളെ, നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഡൈപ്പർ മാറ്റേണ്ട, ദൈവത്തിൻ്റെതല്ല. ദൈവം പറഞ്ഞു, നീ ചെയ്യേണ്ട കാര്യം നീ ചെയ്യ. ഗിദെയോൻ അവന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ സഭയെ, നമ്മുടെ ഉത്തരവാദിത്വം നാം ഏറ്റെടുത്താൽ ഈ ഹാർവെസ്റ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യുവാൻ കഴിയും. ഈ വിളകൾ നമുക്ക് ശേഖരിക്കുവാൻ കഴിയും. അതിനുവേണ്ടി ദൈവം നമുക്ക് ഭണ്ഡാരങ്ങളെ തരും, പുതിയ പന്ഥാവുകൾ തരും, പുതിയ മേഖലകൾ തരും. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ സന്ദർശിക്കുകയാണ്. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം. വേലക്കാർ ചുരുക്കമാണ്. കൊയ്ത്തിന്റെ യജമാനോട് നമുക്ക് ചെയ്യുവാൻ കഴിയും, യജമാനനെ അങ്ങ് വേലക്കാരെ അയക്കണമേ, വേലയിലേക്ക് വേലക്കാരെ ഇറക്കണമേ. ദൈവസഭയെ ഇന്ന് പകൽക്കാലം ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. ഈ വർഷം പുതിയ വേലക്കാർ ഇറങ്ങുവാൻ, നിങ്ങളുടെ സഭയിൽ നിന്ന് ചിലരെ ഒരുക്കുവാൻ എത്ര പേർ താല്പര്യപ്പെടും? അഭിഷേകത്തിന്റെ ശക്തി ദൈവം അയക്കും. അത് അമ്മിക്കയറുകളെ തകർക്കുന്നതാണ്. ഈ ഹാർവെസ്റ്റ് നാം ക്യാപ്ചർ ചെയ്തേ മതിയായികൾ വിട്ട് കളയരുത്. ഒരു പുതുകൃപ ദൈവം നമ്മളെ അണിയിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നാം എഴുന്നേൽക്കണം. ഇതാ നമ്മുടെ പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാരം ഭൂമിയെ മൂടുന്നു, കുരുടുകൾ ജാതിയെ മൂടുന്നു. ദൈവത്തിന്റെ ശോഭ നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നത് കൊണ്ട് നീ എഴുന്നേറ്റേ മതിയാകുള്ളൂ. എത്ര പേർ എഴുന്നേൽക്കുവാൻ തയ്യാറുണ്ട്? ഇന്ന് പകൽക്കാലം ഞാൻ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കും. ചിലത് പ്രാപിക്കുവാൻ ഞാൻ എഴുന്നേൽക്കും, ചിലത് കൊയ്തെടുക്കുവാൻ ഞാൻ എഴുന്നേൽക്കും. ദർശനങ്ങളോട് ഞാൻ എഴുന്നേൽക്കും. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ദൈവമേ, ഈ കൺവെൻഷന്റെ അവസാന നിമിഷത്തിൽ ഞാനൊരു പുതിയ തീരുമാനമെടുക്കുന്നു. ഞാൻ എഴുന്നേൽക്കും, ഞാൻ തലപൊക്കി നോക്കും, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ പ്രിപ്പയർ ചെയ്യും. ഞാൻ ഗിദെയോനെ പോലെ ശത്രുവിനോട് പോരാടും. അങ്ങനെ ഞാൻ എന്റെ കൊയ്ത്തിനെ കരസ്ഥമാക്കും, എന്റെ ഹാർവെസ്റ്റിനെ ഞാൻ കരസ്ഥമാക്കും. അനേകം നന്മകളാൽ ദൈവം നിങ്ങളെ നിറയ്ക്കുമെന്ന്
ഞാൻ വാസ്തവമായി വിശ്വസിക്കുകയാണ്. ദൈവസഭയുടെ വളർച്ചയുടെ വർഷമായി ഈ വർഷം തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പകർക്കാരൻ കർത്താവിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കണം. ഐശ്വര്യ സമൃദ്ധി ജനത്തെ നീ ആദരിക്കണം കർത്താവെ. അനേക കൊയ്ത്തുകാർ എഴുന്നേൽക്കുന്ന വർഷമാക്കി വർഷം തീർക്കുന്നതോർത്ത് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങനെ സംഭവിക്കുകയാൽ സ്തോത്രം. യേശുവിന്റെ തന്നെ നാമത്തിൽ പിതാവേ, ആമേൻ. ഒരിക്കൽ കൂടി എന്നെ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും. വളരെ വിലപ്പെട്ട സമയം നമ്മുടെ മധ്യയെ ചെലവഴിച്ച് ദൂത് നൽകുവാൻ കടന്നു വന്ന ദൈവദാസനെ കരമടിച്ച് എല്ലാവരും അഭിനന്ദിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്.